ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോസ് ഓഫ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10th സ്റ്റാൻഡേർഡ് ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അവിടെ നമ്മൾ എന്താണ് സ്റ്റിമുലസ്, എന്താണ് റെസ്പോൺസ്, സെൻസേഷൻ എന്താ, പിന്നെ ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് ആ ക്ലാസ് ഫസ്റ്റ് കേട്ടതിന് ശേഷം മാത്രം ഇത് കേൾക്കാൻ ശ്രദ്ധിക്കുക, എങ്കിലേ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അതിൻ്റെ ബാക്കി ഭാഗമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, നോട്ടും പെന്നും ആയിട്ടിരിക്കുക, പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ത്രൂ ന്യൂറോൺ. ഓക്കെ, ന്യൂറോണിലൂടെയുള്ള ഇമ്പൾസസിൻ്റെ ട്രാൻസ്മിഷൻ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പേരൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട, ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു പോവും, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ തറോ അയക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചതാണ്, അത് നന്നായിട്ട് പഠിച്ചിട്ട് ഇത് കേൾക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം നമ്മളെ നെർവസ് സിസ്റ്റമാണ് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെസ്സേജസിനെ ബ്രെയിനിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളെ ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ്, നെർവ്സ്, ഇതൊക്കെ കോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അല്ലേ. നമ്മളെ നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുകയാണ് നമ്മളെ മെസ്സേജസിനെ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പറയുന്ന ന്യൂറോൺസിലൂടെ ഉണ്ടാകുന്ന ഇമ്പൾസസിനെ എന്ത് ചെയ്യണം, നമ്മളെ ബ്രെയിനിലേക്ക് എത്തിക്കണം. അത് എങ്ങനെയാണ് ന്യൂറോണിലൂടെ ഇമ്പൾസസ് നമ്മളെ ബ്രെയിനിലേക്ക് എത്തുന്നത് നോക്കണ്ടേ നമുക്ക്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇമ്പൾസസ് അല്ലെങ്കിൽ മെസ്സേജസ്. ഓക്കെ, ഇമ്പൾസസ് തന്നെയാണ് മെസ്സേജസ് കേട്ടോ. ഈ ഇമ്പൾസസ് അല്ലെങ്കിൽ മെസ്സേജസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇറ്റ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇമ്പൾസസ് ഇലക്ട്രിക് ചാർജസിൻ്റെ രൂപത്തിലാണ് പോകുന്നത്. ഇമ്പൾസസ് തന്നെയാണ് മെസ്സേജസ്. ഈ മെസ്സേജസ് ഇലക്ട്രിക് ചാർജിൻ്റെ രൂപത്തിലാണ് പോകുന്നത്. ഇതെങ്ങനെയാണ് ഇലക്ട്രിക് ചാർജസിൻ്റെ രൂപത്തിലേക്ക് പോവുക ന്യൂറോണിലൂടെ? അതിനു വേണ്ടി ന്യൂറോണിൻ്റെ സ്ട്രക്ചർ അഡാപ്റ്റബിൾ ആണോ? അത് നമുക്ക് നോക്കാം. ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിനാണ് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ നോക്കിയേ, അവിടെ കുറേ അയോൺസ് കാണുന്നുണ്ട് അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ അടയാളപ്പെടുത്തി കാണുന്നില്ലേ? അതിനാണ് നമ്മൾ എന്ത് പറയുക, അയോൺസ് എന്ന് പറയാം. ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിനിൻ്റെ ഔട്ടർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കണ്ടോ, അവിടെ പോസിറ്റീവ്, ബട്ട് ദ ഇന്നർ ഈസ് നെഗറ്റീവ്. ഇന്നർ എപ്പോഴും നെഗറ്റീവായിട്ട് ആയിരിക്കും ചാർജ് ചെയ്തിട്ടുണ്ടാവുക. മനസ്സിലായോ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ അയോണിക് ഡിസ്ട്രിബ്യൂഷൻ. അയോണിക് ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെൻ്റ് ആണ് എവിടെ, നമ്മളെ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ന്യൂറോണിൽ. അതുകൊണ്ട് എപ്പോഴും ഔട്ടർ പോസിറ്റീവും ഇന്നർ നെഗറ്റീവുമായ കണ്ടീഷനാണ് അവിടെ ഉണ്ടാവുക. ബട്ട് അവിടെ എന്ത് വരികയാണ്, നമ്മളെ റിസപ്റ്ററിൻ്റെ മുകളിൽ, അവിടെ ന്യൂറോണിൻ്റെ മുകളിൽ എന്ത് വരികയാണ്, നമ്മളെ സ്റ്റിമുലസ് വരികയാണ്. എന്തെങ്കിലും സ്റ്റിമുലസ് അവിടത്തേക്ക് വരികയാണ്. വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ആ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുക. കണ്ടോ, സ്റ്റിമുലസ് വരുന്ന പിക്ചർ സെക്കൻഡ് കാണിച്ചിരിക്കുന്ന ഫിഗർ 1.2b അത് നോക്കിയേ. സ്റ്റിമുലസ് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന അയോണിക് ഡിസ്ട്രിബ്യൂഷൻ ചെറുതായി ഒന്ന് ചേഞ്ച് ചെയ്യാണ് അല്ലേ. പുറത്തുള്ള പോസിറ്റീവ് ചാർജ് മാറുകയാണ്, എന്നിട്ട് എന്താകുകയാണ്, നെഗറ്റീവ് ചാർജായിട്ട് മാറുകയാണ്. അതായത് സ്റ്റിമുലസ് വരുന്ന ഏരിയയിൽ മാത്രം പോസിറ്റീവ് മാറി നെഗറ്റീവ് ആകുകയാണ്. പിന്നെ അതേപോലെ ഇന്നർ സൈഡിലും സംഭവിക്കുന്ന, അവിടെ നെഗറ്റീവ് പോസിറ്റീവായിട്ട് മാറുകയാണ്. മനസ്സിലായോ? വെൻ സ്റ്റിമുലേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ചസ്. മനസ്സിലായോ? അപ്പം ഇത്തരത്തിലുള്ള ഒരു പൊളാരിറ്റി ചേഞ്ചസ് എന്ത് ചെയ്യും, അങ്ങോളമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിനിൻ്റെ അഡ്ജസൻറ്റ് സൈറ്റ്, അടുത്തുള്ള സൈറ്റിനൊക്കെ എന്ത് ചെയ്യും, ഇതേ അവസ്ഥ ഉണ്ടാകും. അങ്ങനെ എന്ത് ചെയ്യും, പൊളാരിറ്റി ചേഞ്ചസ് കൊണ്ട് ചാർജസ് ഡിഫറെൻ്റായിട്ട് മാറും. ഇങ്ങനെ എന്ത് ചെയ്യും, ഈ ഒരു ചാർജ് ഡിഫറൻസ് എന്ത് ചെയ്യും, ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഇവിടെ ഒരു ഇലക്ട്രിക് ചാർജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. മനസ്സിലായോ? ഇനി ഈ ഇലക്ട്രിക് ചാർജാണ് നമ്മളെ ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് സംഭവിക്കുക, അതാണ് ഇവിടെ പറയുന്നത്. ഹൗ ടു റീച്ച് ഇമ്പൾസസ് ഓൺ ബ്രെയിൻ. അത് നോക്കിയേ, ഈ ഇലക്ട്രിക് ചാർജ് ക്രിയേറ്റ് ചെയ്ത്
കഴിഞ്ഞാൽ, അതായത് ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ പോരാ, വെറുതെ അവിടെ ഇലക്ട്രിക് ചാർജസ് ഉണ്ടായാൽ മതിയോ? പോരാ അല്ലേ? ആ ഇലക്ട്രിക് ചാർജസിനെ ബ്രെയിനിലേക്ക് എത്തിക്കണം. അതാണ് നമുക്ക് നോക്കേണ്ട പണി അല്ലേ? അപ്പം ഈ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂറോണിൻ്റെ പ്ലാസ്മ മെമ്പറിൻ്റെ കേസ് മാത്രം നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് ന്യൂറോണുകൾ തമ്മിൽ അടുക്കി അടുക്കി വെച്ചിട്ടാണ് ഒരു നെർവസ് സിസ്റ്റം ഉണ്ടായത് അല്ലേ? അങ്ങനെയാണ് നമ്മളെ ബ്രെയിനിലേക്ക് എത്തേണ്ടത്. അപ്പം ഈ ന്യൂറോൺ മുതൽ അടുത്ത ന്യൂറോൺ വരെ എന്ത് ചെയ്യണം? ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഈ ഇലക്ട്രിക് ചാർജസ്. അങ്ങനെ വേണം നമ്മളെ ബ്രെയിനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു ന്യൂറോണും അടുത്ത ഏതെങ്കിലും സെല്ലിലേക്ക്, ഏതാണോ അടുത്ത അതിൻ്റെ സെല്ല്, അതിലേക്ക് ആദ്യം ഇലക്ട്രിക് ചാർജ് പോകണം. എന്നിട്ട് അങ്ങനെ അഡ്ജസൻറ്റ് സെൽസ് ഇങ്ങനെ പോയിട്ട് നമ്മളെ ബ്രെയിനിലേക്ക് എത്തുകയാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു ന്യൂറോണിൻ്റെ അടുത്തായിട്ട് അടുത്ത ന്യൂറോൺ കാണിച്ചിട്ടുണ്ട്. ആ 2 ന്യൂറോണുകൾക്കിടയിൽ ഒരു സ്പേസും കാണിച്ചിട്ടുണ്ട് അല്ലേ? അതിനാണ് നമ്മൾ എന്ത് പറയാം? സിനാപ്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺ ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ഓർ എ ഗ്ലാൻഡുലാർ സെൽ. മനസ്സിലായോ? 2 തരത്തിൽ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് സിനാപ്സിന്. ഒന്നുകിൽ എന്താണ്? ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺ, 2 ന്യൂറോണുകൾക്കിടയിലുള്ള സ്പേസ്, അതാവാം സിനാപ്സ്. അല്ലെങ്കിലോ ഒരു ന്യൂറോണും അടുത്ത ഏതെങ്കിലും സെല്ല്, ഇഫ് ഇറ്റ് ഈസ് മസിൽ സെൽ ഓർ ഗ്ലാൻഡുലാർ സെൽ. മസിൽ സെല്ലോ അല്ലെങ്കിൽ ഗ്ലാൻഡുലാർ സെല്ലോ ഒരു ന്യൂറോണോ തമ്മിലുള്ള സ്പേസ്, അതും എന്താണ്? സിനാപ്സ് ആണ്. Synapse is a junction between 2 neurons or a neuron and a muscle cells or glandular cell. മനസ്സിലായോ? ഇതിൻ്റെയൊക്കെ സ്പേസിനെ നമ്മൾ എന്ത് പറയുക? സിനാപ്സ് എന്ന് പറയാം. ഈ ഇലക്ട്രിക് ചാർജസിൻ്റെ ട്രാൻസ്മിഷന് സിനാപ്സിന് വലിയ റോളുണ്ട്. സിനാപ്സ് വലിയൊരു റോള് ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? നമ്മൾ ഇമ്പൾസസിനെ സ്പീഡിൽ ബ്രെയിനിലേക്ക് എത്തിക്കണം അല്ലേ? എത്രത്തോളം ഫാസ്റ്റായിട്ടുള്ള പ്രോസസ്സാണിത്. നമുക്കിപ്പോൾ ഒരു കൈ പൊള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് നമ്മളെ ബ്രെയിൻ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലേ? അപ്പം ഇത്രയും പെട്ടെന്ന് ആ ബ്രെയിനിലേക്ക് ആ മെസ്സേജസ് റീച്ച് ചെയ്യണം. ആ ഒരു സ്പീഡ് പിന്നെന്താ ഡയറക്ഷനൊക്കെ റെഗുലേറ്റ് ചെയ്യേണ്ട പണി നമ്മളെ സിനാപ്സ് ആണ് എടുക്കുന്നത്. മനസ്സിലായോ? സിനാപ്സ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. ഇത് മാത്രമല്ല, ഈ പറയുന്ന സിനാപ്സിലേക്ക് നമ്മുടെ ഇലക്ട്രിക് ചാർജസ് എത്തിക്കഴിഞ്ഞാൽ, ഇമ്പൾസസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സിനാപ്സിലാണ് സിനാപ്റ്റിക് നോബ് ഉണ്ട് അല്ലേ? ന്യൂറോണിൻ്റെ ഏറ്റവും ലാസ്റ്റിലെ സ്ട്രക്ചർ അല്ലേ സിനാപ്റ്റിക് നോബ്? ആ സിനാപ്റ്റിക് നോബിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഒരു കെമിക്കൽ സബ്സ്റ്റൻസസ് സെക്രീറ്റ് ചെയ്യും. അതിന് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് പറയുക. എന്താ പറയുക? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ സിനാപ്റ്റിക് നോബ് അങ്ങ് സെക്രീറ്റ് ചെയ്യും. അങ്ങനെ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ അവിടെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഏരിയ, അവിടെയാണ് നമ്മളെ ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാണ് നമ്മൾ അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? ഡെൻഡ്രൈറ്റ് അല്ലേ ഫസ്റ്റ്? അപ്പം ഈ സിനാപ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് ആണ്. അപ്പം ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യും? അഡ്ജസൻ്റ് ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ ഇലക്ട്രിക് ചാർജസിന് പിന്നീട് പോകാൻ വേണ്ടി പറ്റൂ. അങ്ങനെ ന്യൂറോൺ ടു ന്യൂറോൺ വഴി നമ്മളെ ഇലക്ട്രിക് ചാർജസ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ബ്രെയിനിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു ഇവിടെ സിനാപ്റ്റിക് ലെഫ്റ്റിലേക്ക് സിനാപ്റ്റിക് നോബ് നിന്ന് എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിന് എക്സാമ്പിളാണ് അസറ്റൈൽ കൊളൈനും ഡോപ്പമൈനും. മനസ്സിലായോ? 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്, അസറ്റൈൽ കൊളൈൻ ആൻഡ് ഡോപ്പമൈൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ന്യൂറോൺ ആണ്. നമുക്കറിയാം ന്യൂറോൺ വഴിയാണ് ബ്രെയിനിലേക്ക് മെസ്സേജസ് എത്തുക. ബ്രെയിനിലെത്തിയാൽ മാത്രം മതിയോ? പോരാ അല്ലേ? തിരിച്ചത് നമ്മളെ ബോഡി പാർട്സിലേക്കും കൂടെ എത്തണം. കൈ പൊള്ളുന്ന സമയത്ത് ആ പൊള്ളി എന്നുള്ള മെസ്സേജ് നമ്മളെ ബ്രെയിനിൽ കിട്ടണം. തിരിച്ച് ആ മെസ്സേജ് അതേ ബോഡി പാർട്ടിലേക്ക് തന്നെ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ കൈ വിഡ്രോ ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലേ? അപ്പം ഇതനുസരിച്ചിട്ട് നമ്മളെ ന്യൂറോൺസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ സെൻസറി ന്യൂറോൺ ആൻഡ് സെക്കൻഡ് വൺ മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺ ആണ് എന്ത് ചെയ്യുക? നമ്മളെ ഇമ്പൾസസ് അല്ലെങ്കിൽ നമ്മളെ മെസ്സേജസിനെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും എത്തിക്കുക. അതിനുശേഷം എന്ത് ചെയ്യും? മോട്ടോർ ന്യൂറോണ് ആ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും മെസ്സേജസിനെ വേരിയസ് ബോഡി പാർട്സിലേക്ക് എത്തിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് ഒരു പ്രതികരണം, ഒരു റെസ്പോൺസസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇനി ഇതേപോലെ നമ്മൾ നോക്കുകയാണ് ടൈപ്സ് ഓഫ് നെർവ്സ്.
ഈ നെർവ്സ് നമുക്കറിയാം, നെർവ്സ് ആർ ദ ഗ്രൂപ്പ് ഓഫ് നെർവ് ഫൈബേഴ്സ് ഓർ ന്യൂറോൺ. ന്യൂറോണിൻ്റെ കൂട്ടങ്ങളാണ് നമ്മൾ എന്ത് പറയുക, നെർവ്സ് എന്ന് പറയാം. ഈ നെർവ്സും ഇതേപോലെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് സെൻസറി നെർവ്സ്. ഫസ്റ്റ് വൺ സെൻസറി നെർവ്, സെക്കൻഡ് വൺ മോട്ടോർ നെർവ് ആൻഡ് തേർഡ് വൺ മിക്സഡ് നെർവ്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് നെർവ്സ് ആണുള്ളത്. ഇതെന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നല്ലോണം പഠിക്കണം കേട്ടോ. ഫസ്റ്റ് വൺ സെൻസറി നെർവ്സ് ആണ്. നമ്മൾ നേരത്തെ സെൻസറി ന്യൂറോൺ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ന്യൂറോണിൽ നിന്നുണ്ടാവുന്ന നെർവ്സ് ആണ് സെൻസറി നെർവ്സ്. ഇവരെന്താ ചെയ്യുക, ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നമ്മൾ സെൻസറി ന്യൂറോണിൻ്റെ ഫംഗ്ഷൻ പഠിച്ചില്ലേ, അതേ ഫംഗ്ഷൻ തന്നെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഇമ്പൾസസിനെ എത്തിക്കുക. അതാണ് ഇവർ ചെയ്യുന്ന പണി. ഇനി നെക്സ്റ്റ് ആരാ, മോട്ടോർ നെർവ്സ്. ദീസ് ആർ ഫോംഡ് ഫ്രം മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോണിൽ നിന്നുണ്ടാവുന്നതാണ് മോട്ടോർ നെർവ്സ്. ഇവരും നേരത്തെ നമ്മൾ പഠിച്ച അതേ ഫംഗ്ഷൻ തന്നെ, അതായത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും മെസ്സേജസിനെ വേരിയസ് ബോഡി പാർട്സിലേക്ക് ക്യാരി ചെയ്യാം. മനസ്സിലായോ? ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. ഇനി അടുത്ത ഒരു നെർവ് ഉണ്ട്, ദീസ് ആർ മിക്സഡ് നെർവ്. മിക്സഡ് നെർവ് എന്താ, സെൻസറി നെർവിനും സെൻസറി ന്യൂറോണിൽ നിന്നും മോട്ടോർ ന്യൂറോണിൽ നിന്നും ഉണ്ടാവുന്ന നെർവ്സ്, അതാണ് എന്ത്, മിക്സഡ്. കണ്ടോ, രണ്ടിൽ നിന്നും മിക്സ് ആയിട്ട് അങ്ങനെയുള്ള ഒരു ടേമാണ് മിക്സഡ് നെർവ്. എന്താ മിക്സഡ് നെർവ് ചെയ്യുക, ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതായത് 2 ദിശയിലേക്കും മെസ്സേജസിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് മിക്സഡ് നെർവ്സ്. മനസ്സിലായോ? അപ്പം ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് നെർവ്സ്. ഓക്കെ, നമ്മളെ വീഡിയോ ഇന്നത്തേത് കഴിയാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ അടുത്ത പാർട്ടുമായിട്ട് കാണാം. അവിടെ നമ്മൾ ബ്രെയിനിൻ്റെ പാർട്സൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.